ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി കണ്ടല്ലോ, നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഡിന്നറായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വളരെ സോഫ്റ്റായിട്ടുള്ള ബണ്ണ് ദോശ, സ്പോഞ്ച് ദോശ. ഇതിനൊപ്പം കൂട്ടി കഴിക്കാൻ ഞാൻ ചെയ്ത് പൊട്ടറ്റോ കറിയും കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഷുഗർ സിറപ്പും. ഷുഗർ സിറപ്പിൻ്റെ കാര്യം ലാസ്റ്റ് പറയാം. ഞാൻ ചേരുവകൾ എന്തൊക്കെയാണെന്ന് പറയാം. 2 കപ്പ് പച്ചരിയാണ് ആവശ്യം. എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏതും എടുക്കാം. നല്ലത് സാധാ പച്ചരി തന്നെയാണ്. 4-5 അംഗം ഫാമിലിക്ക് ഈ 2 കപ്പ് കൊണ്ട് ധാരാളമാണ്. ഇതിനൊപ്പം 1 ടീസ്പൂൺ ഉലുവയും 1 ടേബിൾ സ്പൂൺ ഉഴുന്നും ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ട് ഒരു 5-6 മണിക്കൂർ കുതിർത്ത് വെക്കണം. എല്ലാം കൂടി 5-6 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി അരച്ചെടുക്കണം. ഈ ബണ്ണ് ദോശ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ആദ്യം തന്നെ മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 വലിയ സ്പൂണ് ഷുഗർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മേതെ ഈസ്റ്റ്, 1 കപ്പ് നിറയെ വേവിച്ച റൈസ്. തേങ്ങ നിങ്ങൾക്ക് വേണ്ടുന്ന ചേർക്കാം. ഞാനിപ്പം 1 കപ്പിൻ്റെ അടുത്ത് ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. ഇല്ല കാലത്ത് ചേർത്താലും മതി. നമ്മുടെ ജാറിൽ ഇനിയും സ്പേസ് ഉണ്ട്. അപ്പോൾ ഞാൻ 1 കൈ നിറയെ കുതിർത്ത അരിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം കൂടി നന്നായി അരച്ചെടുക്കണം. ഒരു ദോശമാവിൻ്റെ അയവിൽ അരച്ചെടുക്കാനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ ബണ്ണ് ദോശയ്ക്ക് വേണ്ടുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഈ മിക്സി ജാറിൽ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് എല്ലാം നന്നായിട്ട് അരച്ചെടുത്തു. ബാറ്റർ റെഡി. ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് ഓവർനൈറ്റ് വെക്കാൻ പോവുകയാണ്. ശരിക്കും ചിന്തിക്കുകയാണെങ്കിൽ രാത്രി ഒരു 8 o'clock അങ്ങനെ അരച്ചാൽ മതിയാവും. കാരണം അത്ര സമയം നമുക്ക് വേണ്ടുള്ളൂ. ഞാൻ ഏതാണ്ട് 6 മണിക്ക് അങ്ങനെ ബാറ്റർ റെഡിയാക്കി. കാരണം എനിക്ക് വീഡിയോ എടുക്കേണ്ടത് കൊണ്ട്, ഇല്ലെങ്കിൽ നിഴൽ വന്നിട്ടൊന്നും ശരിയാവില്ല. രാത്രിയാകുമ്പോൾ ഞാൻ കുറച്ച് നേരത്തെ അരച്ചതാണ്. നിങ്ങൾക്ക് അറിയുമായിരിക്കാം, എങ്കിലും ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. ഇത് അരച്ച് വെക്കുമ്പോൾ അടിയിലൊരു പ്ലേറ്റ് വെക്കുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ പൊങ്ങി വന്നിട്ട് തൂവാൻ സാധ്യതയുണ്ട്. ഇനി നാളെ കാലത്ത് കാണിക്കാം. നമ്മുടെ ബാറ്റർ നന്നായി പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ശേഷം നമുക്ക് പാൻ വെച്ച് ചുട്ടെടുക്കാം. ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ തൂവിക്കൊടുത്ത് വെള്ളാപ്പച്ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത്. അല്പസമയം ലഡ്ഡു വെച്ച ശേഷം തിരിച്ചും മറിച്ചും ഇട്ട് ചുട്ടെടുക്കുക. ഈ ബണ്ണ് ദോശ നല്ല ടേസ്റ്റിയാണ്. ഉൾവശം നല്ല സോഫ്റ്റാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് പൊട്ടറ്റോ ബാജി അല്ല ചിക്കൻ കറി എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാൻ പറ്റും. പിന്നെ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ പറ്റും. ഞാനിത് രണ്ടും ചെയ്തിട്ടുണ്ട്. പൊട്ടറ്റോ ബാജി തേങ്ങ ചേർക്കാത്തതും ചെയ്യാം, ചേർത്തിട്ടും ചെയ്യാം. തേങ്ങ ചേർക്കാത്ത പൊട്ടറ്റോ ബാജിയാണ് ചെയ്തിട്ടുള്ളത്. സാധാരണ ഞാൻ വൈറ്റ് ഷുഗർ കൊണ്ടാണ് നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കൽ. പക്ഷേ ഇന്നൊന്ന് മാറ്റി പിടിച്ചതാണ് ബ്രൗൺ ഷുഗർ. ബ്രൗൺ ഷുഗർ അങ്ങനെ ഇതല്ല കേട്ടോ, ലഹരിയായിട്ടുള്ളതല്ല. നമുക്ക് അത് മറ്റേ പ്യൂരിഫൈ ചെയ്യാത്ത ഷുഗർ ഉണ്ടല്ലോ, അതായിരിക്കും നല്ലതെന്ന് പറയുന്നുണ്ട് ചായക്കൊക്കെ. അതിൽ പിന്നെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ചേർക്കുമ്പോഴാണ്, കെമിക്കൽ ചേർക്കുമ്പോഴാണ് നമുക്ക് ആ ഷുഗർ തീരെ പറ്റാത്ത വിധത്തിലാവുന്നത്. ഈ ഷുഗർ സിറപ്പ് ചെയ്യുന്ന രീതി കൂടി കാണിക്കുകയാണെങ്കിൽ വീഡിയോ വലുതായിപ്പോൾ ലെങ്തി ആയിപ്പോൾ. അതുകൊണ്ട് ഞാൻ പറയാം, ഷുഗർ സിറപ്പ് നമുക്ക് 1 കപ്പ് വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് വേണ്ടത് മധുരത്തിന് ഞാൻ ഒരു 4 ടേബിൾ സ്പൂണാണ് ഇതിനെടുത്തിട്ടുള്ളത്. പിന്നെ 1 തരി ഉപ്പ്, അതൊരു നമ്മുടെ എല്ലാം കൂടി ഒന്ന് ടേസ്റ്റ് ക്രമീകരിക്കാൻ. പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം, അതും കൂടി ചേർത്ത് നന്നായിട്ട് തിളച്ചിട്ട്, അങ്ങനെ നൂൽപ്പരുവൊന്നും ആവേണ്ടിയില്ല, ഇറക്കി വെച്ചിട്ട് തണുത്താൽ നമുക്ക് ഇതിനൂടെ കോരി ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് ബ്ലാക്ക് ഷുഗർ കൊണ്ട് ചെയ്തത്. വൈറ്റ് ഷുഗറാണ് കാണാൻ ഭംഗിയും ഇതിന് ഇത്തിരി കൂടി ടേസ്റ്റ് എനിക്ക് അതായിട്ടാണ് തോന്നിയത്. ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് പല പ്രാവശ്യം. ഇങ്ങനെ സിറപ്പ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കലുണ്ട് ആവശ്യത്തിന് എടുക്കാൻ. എല്ലാവർക്കും ഈ സ്പോഞ്ച് ദോശ ഉണ്ടാക്കേണ്ട മെത്തേഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.